നമസ്കാരം. ഇനി വെന്തലത്തറയിലെ വീട്ടിൽ ഓണക്കോടിയുമായി ആങ്ങളെയെത്തില്ല. പ്രിയ സഹോദരന്റെ വിയോഗം വിഎസിന്റെ സഹോദരി ആഴിക്കുട്ടി അറിഞ്ഞിട്ടുണ്ടാകുമോ? പറവൂർ വെന്തലത്തറ വീട്ടിൽ ഒന്നും ഓർമ്മിച്ചെടുക്കാനാവാതെ 94-കാരിയായ ആഴിക്കുട്ടി. ഏറെ നാളായി കിടപ്പിലായ ആഴിക്കുട്ടിയെ വിഎസിന്റെ മരണവാർത്ത ബന്ധുക്കൾ അറിയിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. ടിവിയിൽ മരണവാർത്ത കാണിച്ചെങ്കിലും മുഖത്ത് ഭാവഭേദമുണ്ടായില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. സമരസൂര്യന് കേരളം വിട നൽകുമ്പോൾ അണ്ണൻ യാത്രയായത് ആഴിക്കുട്ടി അറിഞ്ഞിട്ടില്ല. പുന്നപ്ര പറവൂർ വെന്തലത്തറയിലെ കുടുംബ വീട്ടിൽ ഇനി ആഴിക്കുട്ടി മാത്രം. വിഎസും സഹോദരങ്ങളായ ഗംഗാധരനും ആഴിക്കുട്ടിയും പുരുഷോത്തമനും പിറന്ന വീട്ടിലാണ് ആഴിക്കുട്ടി താമസിക്കുന്നത്. ഏതു തിരക്കിനിടയിലും തിരുവോണ നാളിൽ കുടുംബസമേതം സദ്യ ഉണ്ണാൻ വേലിക്കകത്ത് വീട്ടിലെത്തിയിരുന്ന വിഎസ് ആഴിക്കുട്ടിക്ക് ഓണക്കോടി സമ്മാനിക്കുമായിരുന്നു. അസുഖം മൂലം വിഎസിന്റെ മരവ് മുടങ്ങിയെങ്കിലും കഴിഞ്ഞ ഓണത്തിനും ആഴിക്കുട്ടിക്ക് ഓണക്കോടി എത്തിച്ചു നൽകി. അമ്മയും അച്ഛനും മരിച്ച ശേഷം ആഴിക്കുട്ടിക്ക് ആശ്രയം അണ്ണന്മാരായിരുന്നു. കിടപ്പിലാവുന്നതുവരെ ആഴിക്കുട്ടിക്ക് അണ്ണന്റെ വിശേഷങ്ങൾ എന്നും അറിയണമായിരുന്നു. പറവൂർ കിഴക്ക് വെന്തലത്തറ കുടുംബ വീട്ടിൽ മകൾ സുശീലയുടെ ഭർത്താവ് പരമേശനോടൊപ്പം കഴിയുന്ന ആഴിക്കുട്ടി എന്നും തിരുവനന്തപുരത്തേക്ക് ഫോണിൽ വിളിപ്പിക്കും. വിഎസിന്റെ മകൻ അരുൺകുമാർ വിവരങ്ങൾ അറിയിക്കും. വിഎസ് ആശുപത്രിയിലാണെന്ന് ആഴിക്കുട്ടിയെ അറിയിച്ചിരുന്നില്ല. ഭർത്താവ് ഭാസ്കരൻ കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്നു. മകൾ സുശീല 2013-ൽ പനി ബാധിച്ച് മരിച്ചു. പരമേശ്വരൻ വീടിനോട് ചേർന്ന് സ്റ്റേഷനറി കട നടത്തുകയാണ്. കിടപ്പിലായ ആഴിക്കുട്ടിയെ എഴുന്നേൽപ്പിച്ചിരുത്തി ആഹാരം കൊടുക്കുന്നത് അദ്ദേഹമാണ്. അന്ന് പങ്കുവച്ച ഓർമ്മകൾ ഇങ്ങനെയായിരുന്നു. സഹോദരനായ അച്യുതാനന്ദനെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് ആഴിക്കുട്ടിയുടെ മനസ്സിലെന്നും തിളക്കമായിരുന്നു. അണ്ണൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്തുമാത്രം പട്ടാളവും പോലീസും അണ്ണനെ തിരക്കി ഇവിടെ വന്നു. ഈരാറ്റുപേട്ടയിൽ ഒളിവിലായിരുന്നപ്പോൾ ഞാൻ അണ്ണനെ കാണണം എന്ന് പാർട്ടിക്കാരോട് പറഞ്ഞു. അവർ എന്നെ അവിടെ കൊണ്ടുപോയി കാണിച്ചു. പാർട്ടിയിൽ സജീവമായ ശേഷം വല്ലപ്പോഴുമേ വീട്ടിലെത്തൂ. അണ്ണൻ വരുമെന്ന് കരുതി എല്ലാ രാത്രിയും ചോറ് പാത്രത്തിലാക്കി ഉരുളിക്കടിയിൽ വയ്ക്കും. വരുമ്പോൾ 5-8 സഖാക്കൾ ഒപ്പമുണ്ടാകും. അവർ ഒന്നിച്ചിരുന്ന് കഴിക്കും. ഞാൻ പാടത്ത് ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ യൂണിയനിൽ അംഗത്വം തന്നു. അണ്ണന് കുട്ടിക്കാലത്ത് ദൈവവിശ്വാസമുണ്ടായിരുന്നു. കളർക്കോട് ക്ഷേത്രത്തിലും അറവുകാട് ക്ഷേത്രത്തിലുമൊക്കെ പോയിരുന്നു. മാതാപിതാക്കൾ മരിച്ച ശേഷം ഇളയ സഹോദരങ്ങളെ വളർത്താൻ വിഎസിന്റെ ജ്യേഷ്ഠൻ ഗംഗാധരൻ കഷ്ടപ്പെടുന്നത് കണ്ട് നാട്ടുകാരനായ കവി കേശവൻ എഴുതിയ കവിതയും ആഴിക്കുട്ടി ഓർത്തു പറയുമായിരുന്നു. ഓണക്കോടിയുമായി വീട്ടിലെത്തുന്ന പതിവ് വിഎസ് പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് മാറി താമസിച്ച അന്നു തുടങ്ങിയതാണ്. എല്ലാ ഓണനാളിലും വെന്തലത്തറയിലെത്തും. പാർട്ടിയുടെ PB അംഗമായപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴും ഈ പതിവ് വിഎസ് തെറ്റിച്ചിട്ടില്ല. എന്നാൽ 2018-ലെ മഹാപ്രളയത്തിൽ മാത്രം എത്താനായില്ല. അന്നും ഓണക്കോടിയും സെറ്റുമുണ്ടും കൊടുത്തുവിട്ടിരുന്നു. തിരുവോണത്തിനോ തൊട്ടടുത്ത ഏതെങ്കിലും ദിവസമോ ആണ് വിഎസ് എത്താറുള്ളത്. ഭാര്യ വസുമതി, മകൻ അരുൺകുമാർ, കൊച്ചുമക്കൾ എന്നിവരും കൂടെയുണ്ടാകും. അധികം സംസാരിക്കുന്ന ശീലം അദ്ദേഹത്തിനില്ലെന്ന് ആഴിക്കുട്ടി പറയുന്നു. എങ്കിലും ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കും. പിന്നെ ഭക്ഷണകാര്യങ്ങളും ചോദിച്ചറിയും. ആയുർവേദ മരുന്നുകൾ മുടങ്ങാതെ കഴിക്കണമെന്ന് പറയും. പോകാൻ നേരം വീടിന് വെളിയിലിറങ്ങി പരിസരമൊക്കെ നോക്കും. എന്താ നോക്കുന്നതെന്ന് ചോദിച്ചാൽ പണ്ട് തന്നെ പിടികൂടാൻ പോലീസ് വളഞ്ഞിരുന്നത് ഈ പറമ്പിന് ചുറ്റുമാണെന്ന് കൈചൂണ്ടി പറയും. അടിയന്തരാവസ്ഥ കാലത്ത് പലയാവർത്തി പോലീസ് വളഞ്ഞെങ്കിലും ഒരിക്കൽ മാത്രമാണ് പിടികൂടാനായത്. അന്ന് ഞങ്ങളുടെ മുന്നിലിട്ട് ഒരുപാട് ഉപദ്രവിച്ചു. മറ്റാരെയോ കൂടി അവർക്ക് കണ്ടെത്താനുണ്ടായിരുന്നു. അയാൾ എവിടെയാണെന്ന് ചോദിച്ചാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഒളിവിൽ കഴിയുന്ന സ്ഥലമറിയാം, പക്ഷെ കൊന്നാലും പറയില്ലെന്ന് വിഎസ് പോലീസിനോട് പറയുന്നത് കേട്ടു. മർദ്ദനം കണ്ട് സഹിക്കവയ്യാതെ ഞാൻ അലമുറയിട്ട് കരഞ്ഞെങ്കിലും അവർ അദ്ദേഹത്തെ കൊണ്ടുപോയി. ഭീകരതയുടെ നാളുകളായിരുന്നു അത്. കൊച്ചുമക്കളോട് ചിലപ്പോഴെല്ലാം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരേതനായ ഭാസ്കരനാണ് ആഴിക്കുട്ടിയുടെ ഭർത്താവ്. തങ്കമണി, സുശീല എന്നിവരാണ് മക്കൾ. ഇവരിൽ സുശീല മരിച്ചു. സുശീലയുടെ ഭർത്താവ് പരമേശ്വരനും മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പമാണ് ആഴിക്കുട്ടി വെന്തലത്തറയിലെ വീട്ടിൽ കഴിയുന്നത്.